ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ഗീ റോസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റോസ്റ്റാണിത്. എങ്ങനെയാണ് ഈ ചിക്കൻ ഗീ റോസ്റ്റ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പാൻ ചൂടാകുമ്പോൾ ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 സവാള, ചെറുതായിട്ട് അരിഞ്ഞ 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർക്കുന്നത് 1 സ്പൂണോളം ചതച്ച വെളുത്തുള്ളിയാണ്. ഇതിൽ ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയാണ്. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ചതച്ച വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, തോലോട് കൂടി തന്നെ ചേർക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കുക. ഈ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയുടെ പേസ്റ്റ് ചേർത്താലും മതി. ഇനി ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, 1/4 ഗ്ലാസ് തന്നെ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ മസാലയൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് എരിവും ഉപ്പും ഒക്കെ നോക്കാവുന്നതാണ്. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് ഫ്ലെയിം സിമ്മിലാക്കിയ ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണ് ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ചതച്ചാൽ മാത്രം മതി. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂണ് ചതച്ച പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കുരുമുളകും പെരിഞ്ചീരകമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നല്ലൊരു മണമായിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചത് 1/2 കിലോ ചിക്കൻ്റെ കണക്കാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് ഇതിൻ്റെ മസാലയ്ക്കും വ്യത്യാസങ്ങൾ വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. മല്ലിയില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.